നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ? ഇൻ ദ പിക്ചർ ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ടു സർക്കിൾ. രണ്ട് സർക്കിൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ആ രണ്ട് സർക്കിളും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ കൂടെ കടന്നു പോകുന്ന ലൈൻ. ആ ലൈൻ എന്താണ്? ഈ രണ്ട് സർക്കിളിൽ കൂടെ ടാൻജന്റുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഈ രണ്ട് ലെന്തും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. In the picture, the line joining the point of intersection of two circles is drawn, and from a point it, one of the tangent is drawn each circle. Then prove that length of this tangent are equal. അതായത് രണ്ട് സർക്കിൾ, ആ സർക്കിൾ രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ഇത് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ കൂടെ കടന്നു പോകുന്ന ലൈൻ. ആ ലൈൻ എന്താണ്? ഈ രണ്ട് ടാൻജന്റും ഈ രണ്ട് സർക്കിളിന്റെയും ടാൻജന്റുകൾ ജോയിൻ ചെയ്യുന്ന പോയിന്റിൽ നിന്നുള്ള പോയിന്റാണ് പി എങ്കിൽ ഈ രണ്ട് ഡിസ്റ്റൻസ്, ഈ ടാൻജന്റിന്റെ രണ്ട് ലെന്തും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിന് നമുക്ക് എ എന്ന് കൊടുക്കാം, ഇതിന് ബി എന്ന് കൊടുക്കാം. അപ്പൊ നമ്മൾ എന്താണ് ഷോ ചെയ്യേണ്ടത്? ടു ഷോ ദാറ്റ് എന്ത് ചെയ്യണം മക്കളെ? ടു ഷോ ദാറ്റ് പി എ ഈക്വൽ ടു പി ബി ആണ്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് കൊടുക്കാം. നമ്മൾ ടാൻജന്റും സർക്കിളും ഒക്കെ തമ്മിലുള്ള ലൈൻസ് തമ്മിലുള്ള കോഡും ജോയിൻ ചെയ്ത റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ സർക്കിളിന്റെ ഔട്ട്സൈഡ് ഒരു പോയിന്റ് ആണ് പി എങ്കിൽ ഈ പിയിൽ നിന്ന് വരുന്ന ടാൻജന്റ് ആണ് പി ടി എന്ന് കരുതിയാൽ ഇവിടെ തൊട്ട് ഈ സർക്കിളിൽ കൂടെ പോകുന്ന കോഡിന്റെ ലെന്തും തമ്മിലുള്ള റിലേഷൻ നമ്മൾ എന്തെന്നാ പഠിച്ചേക്കണേ? ദാറ്റ് ഈസ് ഈക്വൽ ടു പി എക്സ് ഇൻറ്റു പി വൈ. പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽ ടു പി ടി സ്ക്വയർ ആണ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ ഒരു റിലേഷനാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ കൊടുക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇത് എക്സ് ആയിട്ടും ഇത് നമ്മൾ വൈ ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് എഴുതാം? പി എക്സ് ഇൻറ്റു സെയിം മോഡൽ നോക്കിക്കേ, ഈ പി എക്സ് ഇൻറ്റു പി വൈ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? പി എയോട് ഈക്വൽ അല്ലേ? ഇതനുസരിച്ച് നമുക്ക് എന്ത് കൊടുക്കാം? ഈ പടത്തിൽ നിന്ന് പി എക്സ് ഇൻറ്റു പി വൈ, അതായത് ഈ പി എക്സ് ഇൻറ്റു പി വൈ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു പി എ സ്ക്വയർ ആണ് കൊടുക്കാം. ഇത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം ഫ്രം ഫസ്റ്റ് സർക്കിളിൽ നിന്ന്, ഈ ഒന്നാമത്തെ സർക്കിളിൽ നിന്ന്. ഇനി ഇതേ സെയിം കേസ് രണ്ടാമത്തെ സർക്കിളിലേക്ക് എടുത്തേ. ഇത് തന്നെയല്ലേ നോക്കിയേ, ഇത് രണ്ടും കോമൺ അല്ലേ? പി എക്സ് ഇൻറ്റു പി വൈ എന്ന് പറയുന്നത് ഈ ടാൻജന്റിന്റെ സ്ക്വയറിനോട് ഈക്വൽ അല്ലേ? അപ്പൊ ദെയർഫോർ എന്ത് കൊടുക്കാം നമുക്ക്? അവിടെയും പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽ ടു പി ബി സ്ക്വയർ എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 2. ഇത് നിങ്ങൾ നോക്കിക്കേ, ഇതിന് രണ്ടിനെയും ലെഫ്റ്റ് രണ്ടും സെയിം അല്ലേ? അങ്ങനെയാണ് ഈ റൈറ്റ് രണ്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാലോ. അപ്പൊ ദെയർഫോർ പി എ സ്ക്വയർ ഈക്വൽ ടു ഫ്രം 1 and 2 നമുക്ക് എന്ത് എഴുതാം? പി എ സ്ക്വയർ ഈക്വൽ ടു പി ബി സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഇതിനകത്ത് നിന്ന് എന്ത് എഴുതാം? പി എ ഈക്വൽ ടു പി ബി. അപ്പൊ ഇത് രണ്ട് ടാൻജന്റും ഈക്വൽ ആയില്ലേ നോക്കിയേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൂഫാണിത്. എന്നാൽ എനിക്ക് നല്ല ഇമ്പോർട്ടൻറ്റും ആണ് താനും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക, രണ്ട് സർക്കിൾ, ആ സർക്കിളിന്റെ രണ്ട് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ കൂടെ കടന്നു പോകുന്ന ലൈൻ, അതാണ് നമ്മൾ പി വൈ പി വൈ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആ പി, ഈ പോയിന്റ്, ഈ ലൈൻ ജോയിൻ ചെയ്യുന്ന ഈ സർക്കിളിലേക്ക് വരയ്ക്കുന്ന രണ്ട് ടാൻജന്റുകളുടെയും ലെന്ത് ഈക്വൽ ആവും. നമുക്കറിയാം, ഈ ഒരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പി ടി സ്ക്വയർ ഈക്വൽ ടു പി വൈ ഇൻറ്റു പി എക്സ് എന്ന് പഠിച്ചിട്ടുണ്ട്, അല്ലെ പി എക്സ് ഇൻറ്റു പി വൈ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ അതനുസരിച്ച് നോക്കിക്കേ, ഇതേ സെയിം കേസ് അല്ലേ നോക്കി കണ്ടോ? ഇത് പി എക്സ് പി വൈ, അതേ പോകുന്ന ടാൻജന്റ് ഇത്. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കാൻ പറ്റും? പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽ ടു പി എ സ്ക്വയർ. ഈ ഫസ്റ്റ് സർക്കിൾ എടുത്ത് ഇക്വേഷൻ നമ്പർ 1 ആക്കി. ഇനി ഇതേപോലെ എന്ത് വരും? പി എക്സ് ഇൻറ്റു പി വൈ എടുത്ത എന്തിനോട് ഈക്വൽ ആണ്? പി ബി സ്ക്വയർ ഇതിനോട് ഈക്വൽ ആണ്. അപ്പൊ നോക്കിക്കേ, ഇതിന്റെ രണ്ടിനെയും ലെഫ്റ്റ് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് റൈറ്റ് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ പി എ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? പി ബി സ്ക്വയർ വരും. ഇനി പി എ സ്ക്വയറും പി ബി സ്ക്വയറും ഈക്വൽ ആണെങ്കിൽ രണ്ടിടത്തും നമ്മൾ ഒരേ സമയം സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? പി എ ഈക്വൽ ടു പി ബി എന്ന് പറയും. നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ റിസൾട്ട് ആയില്ലേ? പ്രൂവ് ദാറ്റ് ദ ലെങ്ത് ഓഫ് ദ ടാൻജന്റ് ആർ ഈക്വൽ എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാണ് ആൻസറായി.